കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്നത് ഒരു മുങ്ങുന്ന കപ്പൽ എന്നാണ്. കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഒരു മുങ്ങുന്ന കപ്പലായി മാറുകയാണ് കോൺഗ്രസ്. അത് ദേശീയ തലത്തിലെടുത്ത് നോക്കിയാലും നമുക്കത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമുക്കറിയാലോ കോൺഗ്രസിൽ ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തോട് യോജിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ആളുകളുണ്ടാകും. ആ വോട്ട് എവിടേക്ക് പോകും? ഇങ്ങനെ കോൺഗ്രസ് തമ്മിലടിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടാകും കേരളത്തിൽ. അവരാർക്ക് വോട്ട് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ശിഥിലമാകുന്നതും തമ്മിലടിക്കുന്നതും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇതുപോലെ മത്സരിക്കുന്നതും ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതും, രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതുമൊക്കെ ഗുണം ചെയ്യാൻ പോകുന്ന BJPക്കാണ്. അപ്പോൾ അതുപോലും തിരിച്ചറിയാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിക്കുന്നത് പോലെ ഉള്ള വലിയ ഒരു എന്താ പറയുക, കോൺഗ്രസിൻ്റെ ഈ ഒരു പിടിപ്പുകേട്, അത് സംഘടനാപരമായ കാര്യത്തിലായിക്കോട്ടെ രാഷ്ട്രീയപരമായ നിലപാടുകളുടെ കാര്യത്തിലായിക്കോട്ടെ കോൺഗ്രസ് കാണിക്കുന്നു. ഏതായാലും ഇപ്പോൾ സുധാകരൻ്റെ ഈ വാക്കുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കാരണം സുധാകരൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇതുപോലെയൊന്നും ആയിരുന്നില്ല, അതിരൂക്ഷമായിരുന്നു. സുധാകരൻ ഡൽഹിയിലേക്ക് വന്ന് തന്നെ നമുക്കറിയാലോ സുധാകരൻ എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോയത്. തൻ്റെ പേര് പരിഗണിക്കാൻ പോകുന്നില്ല എന്ന സൂചന കിട്ടിയപ്പോൾ ആ നിമിഷം ഡൽഹിയിൽ നിന്ന് നേരെ സുധാകരൻ കേരളത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ അണികളെ വിളിച്ചു വരുത്തി സുധാകരൻ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, എല്ലാ ഒരുക്കങ്ങൾക്കും തയ്യാറാകാൻ, എല്ലാ ഒരുക്കങ്ങളും നടത്താനാണ് സുധാകരൻ പറഞ്ഞത്. പിന്നെ രമേശ് ചെന്നിത്തല ഇടപെട്ട് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുധാകരൻ വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് സുധാകരൻ കഴിഞ്ഞ ഇത്രയും ദിവസം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട്, ഒരു 2 സെക്കൻഡ് കൊണ്ട് അലിഞ്ഞുപോയ ആ ഒരു മാജിക് നമുക്ക് ഏതായാലും വ്യക്തമാകുന്നില്ല. അതിനിയും കുറച്ചുകൂടി സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒത്തുതീർപ്പ് ഒരുപക്ഷെ സുധാകരന് സീറ്റ് നൽകുന്നതായിരിക്കാം. അതിനപ്പുറം അതല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. അതുകൊണ്ട് ഇവിടെ പ്രശ്നം അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും.